സാർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് 50 ദിവസത്തിനുള്ളിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടത്തണം. ശരിക്കും പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ആ 50 ദിവസത്തിനകം പുടിൻ സമാധാനം, അതായത് ചർച്ചകളൊക്കെ ചെയ്ത് യുക്രൈൻ യുദ്ധം നിർത്തി സമാധാന പാതയിലേക്ക് വന്നില്ലെങ്കിൽ ഈ താരിഫ് 100% എന്ന് പറഞ്ഞാൽ തീരുവ, റഷ്യൻ ഉൽപ്പന്നങ്ങൾക്കൊക്കെയുള്ള തീരുവ 100% ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. റഷ്യയുമായി കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾക്കും അത് ബാധകമായിരിക്കും എന്ന് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ റഷ്യയുടെ തീരുവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുമായിട്ട് യുക്രൈൻ അധിനിവേശത്തിന് ശേഷം വലിയ കച്ചവടമൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, അമേരിക്കയ്ക്കോ യൂറോപ്പിനോ ഒക്കെ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ റഷ്യയുമായിട്ട് കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ത്യയും ചൈനയാണല്ലോ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, എണ്ണ കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾ. എന്ന് പറഞ്ഞാൽ പുടിൻ്റെ മുകളിൽ ചൈനയും ഇന്ത്യയും സമ്മർദ്ദം ചെലുത്തണം എന്നുകൂടി അതിന് മലയാളമുണ്ട്, അർത്ഥമുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റട്ടിക്കൊപ്പം ആണ് ട്രംപ് ഇത് പറഞ്ഞത്, ഈ 50 ദിവസത്തെ അന്ത്യശാസനത്തിൻ്റെ കാര്യം. കാരണം നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ട്രംപിനെ കാണാൻ ചെന്നിരുന്നു, അവർ തമ്മിൽ ചർച്ചയൊക്കെ നടത്തിയിട്ട്. അപ്പോൾ റഷ്യ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിലൊക്കെ അതൃപ്തി ഉണ്ട് എന്ന് ട്രംപ് പറഞ്ഞു. അതുകൊണ്ട് 100% തീരുവ ചുമത്തും. രാവിലെ ഈ സ്വകാര്യമായിട്ട് ഫോണിലോ ഒക്കെ സംസാരിക്കുമ്പോഴൊക്കെ പുടിൻ വളരെ നല്ലവനാണ്, പക്ഷെ രാത്രി മിസൈൽ അയക്കും എന്ന് പുടിനെ പറ്റി മറ്റേ ട്രംപ് പറയുകയും ചെയ്തു. പകല് മാന്യനാണ്, പകല് മാന്യനാണ്, രാത്രിയാവുമ്പോൾ പകല് പറഞ്ഞൊന്നുമില്ല, രാത്രിയാവുമ്പോൾ ചെയ്യുന്നത്. രാത്രി വേറെ എന്ന് പറഞ്ഞാൽ രണ്ട് പുടിനുണ്ട്. രാവിലെ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പുടിൻ ഒരുപാട് ഇങ്ങനെ ഇതിന് മുമ്പത്തെ ദിവസം ട്രംപ് പറഞ്ഞു പുടിൻ ഒരുപാട് പേരെ അത്ഭുതപ്പെടുത്തി, നന്നായി സംസാരിക്കും, രാവിലെ വൈകിട്ട് ബോംബിടും എന്ന് പുടിൻ. അപ്പോൾ ആ പരിപാടി നടക്കില്ല. ട്രംപ് വിചാരിച്ചിരുന്നത് ട്രംപാണ് വലിയ കച്ചവടക്കാരൻ, പുടിനെ വിറ്റ കാശ് ട്രംപിൻ്റെ കയ്യിലുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. പുടിനെ വിശ്വസിച്ചിട്ട്, പഴയ സൗഹൃദമൊക്കെ വിശ്വസിച്ചിട്ട് ട്രംപ് വരുമ്പോൾ തന്നെ 5 മിനിറ്റ് കൊണ്ട് ഈ യുദ്ധം തീരുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഒന്നും സംഭവിച്ചില്ല. ഇപ്പം എവിടെയാണ് നിൽക്കുന്നതെന്നറിയാമോ? ബൈഡൻ എന്താണോ യുക്രൈനിൽ ചെയ്തിരുന്നത് അതിലേക്ക് ട്രംപ് തിരിച്ചു പോവുകയാണ് ഇപ്പോൾ. കാരണം പാട്രിയറ്റ് ഉൾപ്പെടെ, മിസൈൽ സംവിധാനം ഉൾപ്പെടെ ഒരുപാട് ആയുധങ്ങൾ യുക്രൈനിലേക്ക് അയക്കാൻ പോവുകയാണ്. അപ്പോൾ മാത്രമല്ല, ഈ അതിൻ്റെ 100% ചെലവും നാറ്റോ രാജ്യങ്ങളും മുടക്കിക്കോളും എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയല്ല, ഇനിയുള്ള ചെലവും മുടക്കുന്നതൊക്കെ നാറ്റോ രാജ്യങ്ങളാണ്. 32 രാജ്യങ്ങളുണ്ടല്ലോ, അവരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ റഷ്യയുമായി ഉള്ള കച്ചവടം ചെയ്യുന്നവർക്കും ബാധകമാണ് ഈ തീരുവ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് നാറ്റോ രാജ്യങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ ഇനി വാങ്ങും. ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, പാട്രിയറ്റ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ട് നാറ്റോ രാജ്യങ്ങൾ യുക്രൈന് കൊടുക്കാൻ പോവുകയാണ്. അതാണ് റട്ടിയുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. ജർമ്മനി, ഫിൻലൻഡ്, കാനഡ, നോർവേ, സ്വീഡൻ, ബ്രിട്ടൻ, ഡെൻമാർക്ക്, ഇത്രയും രാജ്യങ്ങൾ യുക്രൈന് വേണ്ടി അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങുന്ന നാറ്റോ സെക്രട്ടറി ജനറൽ റട്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് ജർമ്മനി, ഫിൻലൻഡ്, കാനഡ, നോർവേ, സ്വീഡൻ, ബ്രിട്ടൻ, ഡെൻമാർക്ക്, ഇത്രയും രാജ്യങ്ങൾ ഇനി ശക്തമായി യുക്രൈന് വേണ്ടി രംഗത്തിറങ്ങുന്നു. യുദ്ധമുഖത്ത് അവരും നേരിട്ട് വരികയാണ്. അതാണ് കാരണം. ഇനിയിപ്പോൾ നാറ്റോയുടെ ഒരു ഉച്ചകോടിയിൽ GDPയുടെ 5% ഇനി ആയുധങ്ങൾ വാങ്ങാനായിട്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ. അമേരിക്കയുടെ സമ്മർദ്ദം, ഇനി ഞങ്ങളൊന്നും പണം ചെലവാക്കില്ല, നിങ്ങൾ തന്നെ വഹിക്കണം എന്ന് ട്രംപ് വന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ 5% ആക്കിയത് കൊണ്ട് ഇനി ഇന്ത്യക്കും ഒരു ആയുധ വിപണി വലുതായിട്ട് തുറന്നു കിട്ടും എന്നുള്ള ധാരണ ഉണ്ട്. ജർമ്മനിയുടെ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയാസ് ഈ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഹെക്സത്തിനെ
താമസിയാതെ കാണുന്നുണ്ട്. അപ്പോൾ ജർമ്മനിയുടെ പ്രതിരോധ മന്ത്രി മറ്റേ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയെ ഹെക്സത്തിനെ താമസിയാതെ കാണുന്നുണ്ട്. അത് പാട്രിയറ്റ് വാങ്ങുന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ യൂണിയനും ഓഗസ്റ്റ് 1 മുതൽ 30% തീരുവ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ആ തീരുവയിലൊരു ഇളവ് വരാൻ സാധ്യതയുണ്ട്. യുക്രൈൻ്റെ യുദ്ധച്ചെലവ് നാറ്റോ രാജ്യങ്ങൾ വഹിച്ചോളും എന്നുണ്ടെങ്കിൽ ആ ഉപാധിയുടെ മുകളിൽ ഈ തീരുവ കുറയ്ക്കാമല്ലോ. 30% തീരുവ എന്നുള്ളത്. അപ്പോൾ ഈ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ വന്നിട്ട് ഈ ഒരു കച്ചവടം സംസാരിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ആയുധം വാങ്ങിച്ചോളാം, അപ്പോഴും ഗുണം അമേരിക്കയ്ക്കാണല്ലോ. ഞങ്ങൾ പാട്രിയറ്റും അത്യാധുനിക ആയുധങ്ങളും വാങ്ങിച്ച് യുക്രൈന് കൊടുത്തോളാം, ഞങ്ങളുടെ മറ്റേ താരിഫ് തീരുവ കുറച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ അതിൻ്റെ പ്രഖ്യാപനം കൂടി ഇതിൻ്റെ പിന്നാലെ വരും എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അവർക്ക് ഇപ്പോൾ പാട്രിയറ്റ് അത്യാവശ്യമാണ്. ട്രംപ് പറഞ്ഞു യുക്രൈന് പാട്രിയറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മേരിലാൻഡ് ജോയിൻറ്റ് ബേസ് ആൻഡ്രൂസ് താവളത്തിൽ വെച്ചിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ് ട്രംപ്, അവർക്ക് പാട്രിയറ്റ് ഇപ്പോൾ അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളത് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര എന്ന് ചോദിച്ചു മാധ്യമപ്രവർത്തകർ. അത് തീരുമാനമായിട്ടില്ല. അവർക്ക് സംരക്ഷണ കവചം ആവശ്യമുണ്ട്, അപ്പോൾ അത്രയും കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ യുക്രൈന് ആയുധം ഇനി കൊടുക്കില്ല എന്നുള്ള ട്രംപിൻ്റെ ഈ ട്രംപ് അധികാരത്തിൽ വരുമ്പോഴുള്ള നയത്തിൽ നിന്ന് വലിയ മാറ്റം വന്നു. പഴയ അവസ്ഥയിലേക്ക് മാറിപ്പോയി. അപ്പോൾ യുക്രൈന് ആയുധം കൊടുക്കുമ്പോൾ അതിൻ്റെ ചെലവ് യൂറോപ്യൻ യൂണിയൻ വഹിക്കും, 100% വിലയും അവർ തരും. ഇത് കച്ചവടമാണ്. ട്രംപ് പറഞ്ഞാൽ അങ്ങനെയാണ്, ഇതൊരു കച്ചവടമാണ്, വില മുഴുവൻ അവർ തരും, ഞങ്ങളല്ല പണം ഇനിയും മുടക്കുന്നത്. അമേരിക്കയുടെ എൻവോയ് പ്രതിനിധി എമോസ് ഹോസ്റ്റീൻ യുക്രൈനിലേക്ക് പോയിട്ടുണ്ട്. സെലൻസ്കിയൊക്കെ കാണുന്നുണ്ട്. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ റട്ടെ വാഷിങ്ടണിൽ ട്രംപിനെ കണ്ടു. സെലൻസ്കി പറഞ്ഞു കൂടുതൽ പാട്രിയറ്റ് വേറെ മിസൈലുകളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ കൂടുതൽ ഉപരോധങ്ങൾ റഷ്യക്കെതിരെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അത് നോക്കാം എന്ന് ട്രംപ് പറഞ്ഞു. എന്നിട്ടാണ് ഈ 50 ദിവസം അന്ത്യശാസനമൊക്കെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് നയതന്ത്ര നീക്കങ്ങൾ ഈ 50 ദിവസത്തെ അന്ത്യശാസന പ്രഖ്യാപനം വന്നല്ലോ, അതിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നിട്ടുണ്ട് ഒരുപാട് നയതന്ത്ര നീക്കങ്ങൾ. അപ്പോൾ ഇനി നയതന്ത്ര നീക്കങ്ങൾ കഴിഞ്ഞ് ഇനി സൈനിക നീക്കങ്ങളിലേക്ക് പോവുകയാണ് ഈ യുക്രൈനും റഷ്യയുമായിട്ടുള്ള ഈ സംഘർഷം. ഇപ്പം തന്നെ ഈ ഇപ്പം കിങ് ജോങ് ഉൻ പറയുന്ന ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 25,000 മുതൽ 30,000 വരെ സൈനികരെ വീണ്ടും നോർത്ത് കൊറിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ സംഘർഷം വേറൊരു ലെവലിലേക്ക് മാറുമല്ലോ. മാത്രമല്ല ഇറാന്റെ പിന്തുണ, ഇപ്പം നോർത്ത് കൊറിയയുമായിട്ടൊരു സൈനിക കരാർ ഉള്ളതുപോലെ തന്നെ ഇറാനുമായിട്ടൊരു സൈനിക കരാർ. പക്ഷേ നോർത്ത് കൊറിയയുടെ കാര്യത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോർത്ത് കൊറിയ എന്ന് കിം അയക്കുന്ന ആളുകൾക്കൊന്നും യുദ്ധം ചെയ്യാനൊന്നും അറിയില്ല, അതുകൊണ്ട് വെടികൊണ്ട് ചാവുകയാണ് എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അല്ല, സെർജി ലാവ്റോവുമായിട്ട് ഇപ്പൊ കിങ് ജോങ് ഉൻ ഒരു കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്തകൾ. കിമ്മിന് പക്ഷെ എനിക്ക് തോന്നുന്നത് ലാവ്റോവുമായിട്ട് അല്ല, കിമ്മിന് ഒരുപാട് ആയുധങ്ങൾ കൊടുക്കാൻ പറ്റും. അവർക്ക് ന്യൂക്ലിയർ വെപ്പണും ഉള്ളതുകൊണ്ട് അമേരിക്കയ്ക്ക് പേടിയായിരിക്കില്ല, പേടിയൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഇവര് നന്ദി പറയുന്നുണ്ട്, കാരണം ഞങ്ങൾക്ക് ഇപ്പം കുർസ്ക് മേഖലയൊക്കെ തിരിച്ചു പിടിച്ചപ്പോൾ ഞങ്ങളുടെ സൈനികരൊക്കെ അധികം നാശനഷ്ടം ഇല്ലാതെ വന്നു, അത് ഈ നോർത്ത് കൊറിയൻ സൈന്യത്തിൻ്റെ കൂടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഈ അമേരിക്ക ഈ പേടിപ്പിക്കുന്ന അന്നേരം ആരെയാണ്? കാരണം ഈ നോർത്ത് കൊറിയയെ പേടിയുള്ള അമേരിക്ക അവർ റഷ്യയുടെ കൂടെ നിൽക്കുന്നു, വീണ്ടും ഇറാൻ കൂടെ വരുന്നു, അപ്പോൾ ഒരു ചേരി തന്നെ രൂപപ്പെട്ടില്ല. അതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റേ നോബൽ സമ്മാനം കിട്ടണമല്ലോ, നെതന്യാഹു ശുപാർശ ചെയ്തിട്ടുണ്ട് നൊബേൽ സമ്മാനത്തിന് ട്രംപിന്. അപ്പോൾ ഈ സമാധാനം എല്ലായിടത്തും കൊണ്ടുവരും. സിറിയ ആ ഭാഗത്ത് ഉണ്ടായല്ലോ സമാധാനം. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് സമാധാനം ഉണ്ടാക്കിയത് താനാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. നമ്മളത് അംഗീകരിക്കുന്നില്ല. നമ്മൾ ട്രംപിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി മോനതൊന്ന് ഓർത്ത് നോക്ക്, 35 മിനിറ്റ് മോദി സംസാരിച്ചല്ലോ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഇവിടെയും കൂടി സമാധാനം നടപ്പാക്കണം എന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. മറ്റേ ഇസ്രായേലിന്റെ കാര്യത്തിലും
നടന്നില്ലായിരുന്നു. അതെ, ഒരു സമാധാനം 5 മിനിറ്റ് കൊണ്ട് എന്നുള്ള പറഞ്ഞത് നടന്നില്ല. മറ്റേ കയറി അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഫോർദോ ആക്രമണത്തിനൊക്കെ ബോംബറുകൾ അമേരിക്കയുടെ വരണ്ടിയും വന്നു. അതോടുകൂടി ആ ഭാഗം കുറച്ച് ശാന്തമായിട്ടുണ്ട്. ഇനി ശാന്തമാകേണ്ട സ്ഥലമാണ് ഈ സ്ഥലം. പക്ഷെ അത് പുടിൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അതാണ് പ്രശ്നം. അത് ഒന്നാമത് ഈ മറ്റേ ധാതുക്കളല്ലേ, മിനറൽസ് ഉള്ള പ്രദേശങ്ങളുമൊക്കെ യുക്രൈൻ്റെ കയ്യിൽ നിന്ന് പിടിക്കണം. ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നിറവേറിയാൽ മാത്രമേ മാറുള്ളൂ എന്നാണ് പുടിൻ്റെ ആഭ്യന്തരമായ. കാരണം ഇത്രയുമൊക്കെ അതിൻ്റെ അകത്ത് 2 കൊല്ലമായില്ലേ? 3 കൊല്ലമായി. 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയതാണ്. അപ്പോൾ 3 കൊല്ലമായി. അപ്പോൾ ലക്ഷ്യം സാധിക്കാതെ പിൻവാങ്ങുന്നത് എങ്ങനെ എന്നുള്ള പ്രശ്നം പുടിനെ സംബന്ധിച്ചിട്ടുണ്ട്. ട്രംപിന് തോന്നുന്ന പോലെ പിൻവാങ്ങാനായിട്ട് പുടിൻ എന്തായാലും തയ്യാറാകാൻ പോകുന്നില്ല. പുടിൻ്റെ കൂടെ പുടിൻ്റെ ചേരി ഉണ്ട് രാജ്യാന്തര തലത്തിൽ തന്നെ. പുടിന് വേറെയും അജണ്ടകളുണ്ട്. കാരണം ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളാണല്ലോ ആയുധം മേടിച്ച് യുക്രൈൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നത്. ആ യുദ്ധം ഉണ്ടായത്, സംഘർഷം ഉണ്ടായത് യുക്രൈൻ നാറ്റോയിൽ അപേക്ഷ കൊടുത്തതിനെ തുടർന്നാണ് അംഗത്വത്തിന്. അപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ച് യുക്രൈനെ ശക്തിപ്പെടുത്തിയാൽ എന്താണ് സംഭവിക്കുന്നത്? യുക്രൈൻ നാറ്റോയുടെ ഭാഗമാവും. അതെങ്ങനെ പുടിന് സമ്മതിക്കാൻ പറ്റും? കാരണം നാറ്റോയും അമേരിക്കയും ഈ പടിവാതിൽക്കൽ, റഷ്യയുടെ പടിവാതിൽക്കൽ ഈ ഭീഷണിയുമായിട്ട് നിൽക്കുന്നത് റഷ്യക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ നീക്കത്തിൻ്റെ കൂടെ ഈ 50 ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 50 ദിവസമൊക്കെ പുല്ലാണ് പുടിന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കച്ചവടമൊന്നുമില്ല ഈ രാജ്യങ്ങളുമായിട്ട്. മാത്രമല്ല ഈ നോർവേ അല്ലേ യൂറോപ്പിന് ഇപ്പോൾ എണ്ണയൊക്കെ കൊടുക്കുന്നത്. നോർവേക്ക് ഇപ്പോൾ ധാരാളം പൈസ എണ്ണ വിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ബീഹാറിൽ ഇടപെടാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ, കാശ്മീരിൽ നടക്കാത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അന്ത്യശാസനം വെറുതെ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ കാര്യമൊന്നും ഈ അന്ത്യശാസനം കൊണ്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കൂട്ടത്തിലൊരു റൈഡർ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യക്കും ചൈനയ്ക്കും കൂടി ഈ കൂട്ടത്തിൽ ഭീഷണി റഷ്യയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നടക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ചൈനയ്ക്ക് അമേരിക്ക ഒരു വിഷയമല്ല. ചൈന മറ്റേ അവരുടെ കറൻസി കൊടുത്ത് എണ്ണ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും റഷ്യയിൽ നിന്ന്. അത് വളഞ്ഞ വഴിക്കാണെങ്കിലും കള്ളക്കടത്ത് വഴിയാണെങ്കിലും ഒക്കെ ചിലപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ ഇരിക്കും. കാരണം യൂറോപ്പിൻ്റെ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ പ്രശ്നങ്ങളല്ല എന്ന് ജയശങ്കർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.